ശ്രീ കെ ജേക്കബ്, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രവർത്തിച്ച ഒരു അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി മാറിയിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും കാണാൻ അദ്ദേഹം ആ നിലയിലൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് പൂർണ്ണമായി വന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യമൊക്കെ പലയിടത്തു നിന്നും കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഈ സമൂഹത്തോട് സംവദിക്കുന്നത് പലപ്പോഴും ഈ വാർത്താ സമ്മേളനങ്ങളിലൂടെയാണല്ലോ. അതൊരു മാധ്യമ ഇടപെടൽ മേഖല കൂടിയാണ്. അതിലൂടെ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് ആധികാരികത വേണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. പക്ഷേ അതിൽ പലപ്പോഴും ഒരു വലിയ സംശയം തോന്നുന്ന, വലിയ ഡിബേറ്റ് വരുന്ന, ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ഒരു ആധികാരികത അതിവേഗം ഇല്ലാതായി പോകുന്ന, അതിൻ്റെ മൂല്യം കുറഞ്ഞു പോകുന്ന നിരവധി സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇതിനോടകം തന്നെ വന്നു ഭവിച്ചിട്ടില്ലേ? ഇത് വെച്ചുകൊണ്ട് പരിശോധിച്ചാൽ താങ്കൾ എങ്ങനെയാണ് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രത്യേകതയെയും പ്രശ്നത്തെയും കാണുന്നത്, മനസ്സിലാക്കുന്നത്? ശരത്ത് കേൾക്കാമോ? കേൾക്കാം. എനിക്ക് ഓടിക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. കേൾക്കാം. ഓക്കെ. എന്നെ സാധാരണഗതിയിൽ നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാരെ അവരുടെ സീരിയസ് ആയിട്ടുള്ള പ്രസ്താവനകൾ നമ്മൾ മുഖവിലേക്ക് എടുക്കുകയാണ് പതിവ്. അതിൻ്റെ അകത്ത് ചിലപ്പം അപൂർവമായിട്ട് അവർക്ക് വസ്തുതാപരമായി തെറ്റുപറ്റിയേക്കാം. പക്ഷേ അപൂർവമായിട്ട്. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ അവരുടെ പ്രസ്താവനകൾ മുഖവിലേക്ക് എടുക്കുകയാണ് പതിവ്. രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളല്ല. പൊതുവെ അവരൊരു കാര്യം പറഞ്ഞാൽ നമ്മളതിനെ മുഖവിലേക്കെടുക്കും. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഇത് അദ്ദേഹത്തിനെതിരെയുള്ള മറ്റ് പ്രചരണങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് കേരള ഹൈക്കോടതിയിൽ അദ്ദേഹവും മറ്റു പ്രതിപക്ഷ നേതാക്കളും കൊടുത്ത 2 കേസുകളെക്കുറിച്ചുള്ള അവരുടെ ശ്രീ സതീശൻ്റെ പ്രതികരണത്തിലാണ് ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയത്. ഒന്ന് ക്യാമറയുടെ കേസ്, വേറൊരു കേസും. ഇത് രണ്ടിലും അഴിമതി ആരോപണം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയത്. അതിലേക്ക് വിജിലൻസ് അന്വേഷണം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കോടതി ഈ 2 കേസിലും വളരെ വിശദമായി വാദം കേട്ടിട്ട് വിശദമായിട്ടുള്ള റീസൺഡ് ഓർഡറാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്കിതിലൊരു ജുഡീഷ്യൽ അന്വേഷണം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ, വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് കോടതി അവരുടെ റീസണിങ് മുഴുവൻ പറഞ്ഞു. അതായത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് യാതൊരു തെളിവില്ലാതെ, അതായത് പ്രഥമ ദൃഷ്ട്യാ ഒരു കേസ് പോലുമില്ലാതെ ഞങ്ങൾക്ക് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ പറ്റില്ല എന്ന് കോടതി പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഒപ്പം ഇത് മുഴുവൻ പറഞ്ഞിട്ടാണ് ഒരു സെൻറ്റൻസ് അതിനകത്ത് പറയുന്നത്, ആൻഡ് ഇറ്റ് ഈസ് ഹോപ്പ്ലെസ്ലി ഡിലേയ്ഡ്. ഈ കേസ് ഹോപ്പ്ലെസ്ലി ഡിലേയ്ഡ് എന്നുകൂടെ ഒരു സെൻറ്റൻസ് അതിൻ്റെ അകത്തുണ്ട്. ശ്രീ സതീശൻ പുറത്ത് വന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഈ ഹർജി തള്ളാൻ ഹർജി താമസിച്ചു പോയി, മറ്റേ കേസിൽ പ്രോജക്റ്റ് കഴിഞ്ഞതുകൊണ്ട് ഇനി വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന് കോടതി പറഞ്ഞു. ഈ 2 കാരണങ്ങളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ അദ്ദേഹത്തിൻ്റെ കേസുകൾ, അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് അന്വേഷണം വേണം എന്നുള്ള ആവശ്യവുമായി ഹൈക്കോടതിയിൽ പോയപ്പോൾ ആ ഹർജി തള്ളിയപ്പോൾ അദ്ദേഹം പൊതുസമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ ആ കോടതി വിധി വായിക്കുന്ന ആരും അമ്പരന്ന് പോകും. കാരണം നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ പറയില്ല, രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെ പറയില്ല. അവർക്ക് പറയാൻ പല കാരണങ്ങളുണ്ടാവും. ഈ കോടതി ഇപ്പം മാത്യു കുഴൽനാടൻ്റെ എല്ലാ കേസും തോറ്റെങ്കിലും അദ്ദേഹം ഒരിക്കലും പറയില്ല ഇങ്ങനത്തെ ഒരു വാദം പറയും. അദ്ദേഹം പറയും എനിക്ക് സുപ്രീം കോടതിയിലേക്ക് പോകാൻ പെർമിഷൻ കിട്ടി എന്നാണ് അദ്ദേഹം പറയുക. ഇതുപോലെ കേസിൻ്റെ കാലാവധി തീർന്നതുകൊണ്ട്, താമസിച്ചതുകൊണ്ട്, പ്രൊജക്റ്റ് കഴിഞ്ഞതുകൊണ്ട് വിജിലൻസ് അന്വേഷണം നടക്കുക. അദ്ദേഹം കോടതികളിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു അഡ്വക്കേറ്റായിരുന്നു. ആലോചിച്ച് നോക്കണം. ഒരിക്കലും പറയില്ലാത്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതേ കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോഴും ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, കഴിഞ്ഞ 1 വർഷത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരുവിധം ഏത് ചോദ്യങ്ങൾക്കുള്ള അദ്ദേഹത്തിൻ്റെ മറുപടിയും കോൺഗ്രസിൻ്റെ നിലപാടിനെക്കുറിച്ചോ UDFൻ്റെ നിലപാടിനെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടിനെക്കുറിച്ചോ തന്നെയോ ചോദിച്ചാൽ ഉത്തരം തുടങ്ങുന്നത് CPM എന്ന് പറഞ്ഞു തുടങ്ങിക്കൊണ്ടാണ്. അവിടെ കൊണ്ടത് തുടങ്ങി അവിടെ കൊണ്ടുള്ള പാർട്ടിയുടെ നിലപാട് പറയുക എന്നുള്ളതല്ല. ഇത് പണ്ട് ഞാൻ EMSൻ്റെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. EMSനോടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇതാണ് എൻ്റെ പാർട്ടിയുടെ നിലപാട്, കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ശ്രീ ആൻ്റണി പറയണം, അല്ലെങ്കിൽ കരുണാകരൻ പറയണം. ഇതാണ് ശ്രീ EMS നമ്പൂതിരിപ്പാടിൻ്റെ ഒരു ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് കോൺഗ്രസിൻ്റെ നിലപാട് പറയുകയല്ല, CPM എന്ന് പറഞ്ഞു തുടങ്ങി CPM എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പരിപാടി അദ്ദേഹം ഇതിലൊക്കെ ചെയ്യുന്നതാണ്. വിഴിഞ്ഞം കരാറെടുത്താലും അത് അവർ തുടങ്ങി, PM ശ്രീ അത് തുടങ്ങി. ഇപ്പം ഇത് നോക്കൂ, ഈ വയനാട് ചുരത്തിൻ്റെ കാര്യത്തിൽ അത് CPM തുടങ്ങി. ഏത് കാര്യത്തിലും അവിടെ കൊണ്ടുപോയി എത്തിക്കുക. ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് തനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങളല്ല അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മര്യാദകെട്ട രാഷ്ട്രീയമാണ്. അത് പറയാതിരിക്കാൻ വയ്യ.
അദ്ദേഹത്തിൻ്റെ ഇൻസിനുവേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അതായത് ഒരുവിധം നമ്മളതൊരു ദുഷ്ടലാക്കോടുകൂടി ചിലതൊക്കെ പറഞ്ഞു വെക്കുക, പറയാതെ പറയുക. അതാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് പറഞ്ഞുകൂടി ഇത് ഞങ്ങൾ വിഴിഞ്ഞത്തെ ഇതിൻ്റെ നടത്തിപ്പ് ചുമതല ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അദാനിയെ ഏൽപ്പിച്ചതാണ്. അവർ 49% വിൽക്കുന്നതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാം. ഇതും CPM-ൻ്റെ തലയിൽ കൊണ്ടുപോയി വെക്കുക. PM ശ്രീ, ഞാനത് ശ്രദ്ധിച്ചു, PM ശ്രീ CPM തെറ്റായിട്ട് LDF സർക്കാർ തെറ്റായിട്ടുള്ള ഒരു നിലപാടെടുത്തെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. CPM പരിപാടി അവിടെ നിർത്തിക്കഴിഞ്ഞിട്ട് ഇപ്പോഴും ചർച്ച CPM ഈ ചോദ്യവുമായി അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CPM എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങും. ഇത് ശരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയമല്ല. ഇത് ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലുള്ള എല്ലാ ഇതുമായി ബന്ധപ്പെട്ട ആർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി MSCയും അദാനിയും തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് വളരെ കൃത്യമായി ഫോളോ, കാരണം ഇത് 13,000 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അത് ദാറ്റ്സ് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ഇതുമായി ബന്ധപ്പെട്ട ഇക്കണോമിക് പേപ്പറുകളൊക്കെ അതിനെക്കുറിച്ച് എഴുതും. അവർ 1-ാം തീയതി എഴുതി, അതെടുത്ത് വെച്ച് മാതൃഭൂമി 3-ാം തീയതി എഴുതി. ഇതൊന്നും കാണാതെ 5-ാം തീയതിയിലേക്ക് മാത്രമായിട്ട് ശ്രീ സതീശൻ പോർട്ടിൻ്റെ ചുമതലയുള്ള അദ്ദേഹം ഇതറിഞ്ഞില്ല എന്ന് നമ്മളോട് പറയരുത്. കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ചുമതലയിലുള്ള അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളുടെയും ക്ലിപ്പിങ്ങുകൾ അദ്ദേഹത്തെ ഏൽപ്പിക്കാനുള്ള സംവിധാനം കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്. നിർബന്ധം എന്ന് മാത്രമല്ല, പോർട്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഡ്രീം വകുപ്പാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൽ ബന്ധപ്പെട്ട ഇത്രയും വലിയൊരു വാർത്ത എക്കണോമിക് ടൈംസിലും മാതൃഭൂമിയിലും വന്നിട്ട് അദ്ദേഹം അത് അറിഞ്ഞില്ലെന്നാണോ കേരളത്തിലെ സമൂഹത്തോട് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ഇത്രയും വലിയ വാർത്ത, മാതൃഭൂമിയിൽ കണ്ട വാർത്ത വളരെ വലിയ വാർത്തയാണ്. എക്കണോമിക് ടൈംസിൽ വരുന്ന വ്യവസായ മന്ത്രിമാരും എല്ലാ മന്ത്രിമാരും അവരുടെ വകുപ്പിലുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന വാർത്തകൾ എല്ലാവരും കാണും. വാർത്തകൾ വായിക്കണമെന്നുണ്ടാവില്ല, പക്ഷേ ഈ വാർത്തകൾ കാണും. അത് ഞാൻ അറിഞ്ഞേയില്ല എന്ന് അദ്ദേഹം പറയാൻ വേണ്ടി പാടുണ്ടോ കേരളത്തിലെ സമൂഹത്തോട്? ദേശാഭിമാനി വായിച്ചിട്ടാണ് അദ്ദേഹം അറിഞ്ഞത് എന്നൊക്കെ പറയുന്നത്, അതിലൊക്കെ വലിയ മര്യാദ കേട്ടുണ്ട്. അങ്ങനെയല്ല. ഞാനതാ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഇടതുപക്ഷം നിൽക്കുന്ന ആൾക്കാർ ആക്ഷേപിച്ചിട്ടുള്ള ആളുകളാണ് ശ്രീ AK ആൻ്റണിയും ശ്രീ K കരുണാകരനും. പക്ഷേ അവർ രാഷ്ട്രീയത്തിൻ്റെ വ്യാഖ്യാനത്തിലാണ് പലപ്പോഴും അവർ തരികട കളിക്കുക. അതല്ലാതെ പ്ലെയിനായിട്ട് നോക്കി ഇമാതിരി വർത്തമാനങ്ങൾ നിരന്തരമായി പറയുന്ന പരിപാടി ഇല്ല. മാറഡോണ പണ്ടൊരിക്കൽ ദൈവത്തിൻ്റെ കൈ എന്ന് പറഞ്ഞതുപോലെ അത് ഒരിക്കൽ മാത്രമാണ് പറഞ്ഞത്. അത് സ്ഥിരമായിട്ട് പറയുക എന്നുള്ളത് ശരിയായ കാര്യമല്ല. കേരളത്തിന് മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് ശരിയായ കാര്യമല്ല. അദ്ദേഹത്തിന് വലിയ മാൻഡേറ്റ് ഉണ്ട്. 102 സീറ്റോടുകൂടി UDF സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നിരിക്കണം. അദ്ദേഹത്തിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അവകാശമുണ്ട്. നിയമപരമായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിച്ച ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ സംസ്ഥാനത്തുണ്ട്. അവരോട് അദ്ദേഹം നീതി പുലർത്തേണ്ടതുണ്ട്. ഇടതുപക്ഷത്തോടല്ല, ആ മനുഷ്യരോട്. അദ്ദേഹം പറയുന്നതൊക്കെ വേദവാക്യമാണ് എന്ന് കരുതുന്ന മനുഷ്യർ ഈ നാട്ടിലുണ്ട്. അവരോട് അദ്ദേഹം നീതി പുലർത്തണം. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് ഒരു ഔദാര്യത്തിൻ്റെ ആവശ്യമില്ല. ഇടതുപക്ഷം ദേ ക്യാൻ ടേക്ക് കെയർ ഓഫ് ദംസെൽസ്. പക്ഷേ അദ്ദേഹത്തെ വിശ്വസിക്കുന്ന മനുഷ്യരോട് അദ്ദേഹം കുറച്ചുകൂടി നീതി കാണിക്കണം. അവർക്ക് വളരെ പ്ലെയിനായിട്ട് മനസ്സിലാകുന്ന തരത്തിലുള്ള മര്യാദഘട്ട വർത്തമാനം അദ്ദേഹം പറയരുത് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഏറ്റവും ശക്തമായ ഒരു നിരീക്ഷണമാണ് KJയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. തുടർച്ചയായി വാസ്തവവിരുദ്ധമായി ഒരു മുഖ്യമന്ത്രി കാര്യങ്ങളെ അവതരിപ്പിക്കുക എന്നതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ അതുതന്നെ കോർത്തിണക്കി അതേക്കുറിച്ച് ഒരു വിലയിരുത്തൽ വേണ്ടതുണ്ട് എന്നതുകൂടി കണ്ടുകൊണ്ടാണ് ഇന്ന് ഈ ചർച്ചയിലേക്ക് നമ്മൾ പോയത്. അപ്പോൾ അത് ഒരുപക്ഷെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും കൂടുതൽ ശ്രദ്ധിക്കാൻ കൂടി ഉപകാരപ്പെടുന്നതാവണം. കാരണം മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതെല്ലാം പെർഫെക്റ്റ് ആണ് എന്നാണ് അദ്ദേഹം ധരിച്ചു വെക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇത് ഏതൊക്കെ നിലകളിൽ സ്വീകരിക്കപ്പെടുന്നു, അതിൻ്റെ പിശകുകൾ എങ്ങനെയൊക്കെ തുറന്നു കാട്ടപ്പെടുന്നു എന്നുകൂടി മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വവും ജാഗ്രതയും മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ട്. രാഷ്ട്രീയമായ യോജിപ്പും ഒക്കെ വേറെ, പക്ഷേ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. വിഷയങ്ങളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് ഉണ്ടായിരുന്ന ഉത്തരവാദിത്വമൊന്നുമല്ല. അപ്പോൾ അതിങ്ങനെ നിരന്തരം വാസ്തവവിരുദ്ധമാവുക, തെറ്റിദ്ധരിപ്പിക്കുക, ഇങ്ങനൊരു മുഖ്യമന്ത്രിയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളുടെ പുറത്ത് പറയേണ്ടി വരുന്നത് തന്നെ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് എത്രമാത്രം ശരിയില്ലായ്മയുണ്ട് അല്ലെങ്കിൽ ശരിയല്ല എന്ന പ്രശ്നം കൂടി ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ ഷാർപ്പ് ക്രിറ്റിസിസത്തിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യം.